കേറിയെടുത്തിക്കോ കേറിപ്പോട്ടെ ആ മതി അങ്ങോട്ട് പോകണേ അത് അങ്ങോട്ടാ ഒരു സ്ത്രീലൈൻ ഉണ്ട് തെറ്റ് ചെയ്തു തള്ളല്ലേട്ടാ എന്താ പറയാനുള്ളത്? ദ്വയാർത്ഥം ഡബിൾ മീനിങ്ങിൽ സംസാരിച്ചു എന്നതിൻ്റെ പേരിലാണ് കേസുള്ളത്. ഇന്ന് രാവിലെ ഞാൻ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി വരുമ്പോൾ പോലീസ് കൈ കാണിച്ചു നിർത്തി നടിയോട് എന്താണ് പറയാനുള്ളത്? കോടതിയിലിരിക്കുന്ന കാര്യമല്ലേ. ഗൂഢാലോചനയുണ്ടോ ബോബി? ഒന്നുമില്ല. ഡബിൾ മീനിങ് ദ്വയാർത്ഥത്തിൽ സംസാരിച്ചു പേരിലുള്ള കേസാണ് ഇത്. ദ്വയാർത്ഥത്തിൽ സംസാരിച്ചു നമ്മള് മോശമായ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് സാറിനോട് അല്ല ഇപ്പൊ ഒരു സ്ത്രീക്കെതിരെ പറഞ്ഞുകൊണ്ടാണല്ലോ. സ്ത്രീക്കെതിരെ പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പം ഞാനിട്ടേക്കണ വസ്ത്രം കണ്ട അവരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള വസ്ത്രം ഇടുമ്പോൾ ഏത് പുരുഷന്മാരാണെങ്കിലും ആകർഷിക്കും. അത് പ്രായമൊന്നുമില്ല, ചെറിയ പിള്ളേരൊന്നുമില്ല ഇന്നത്തെ കാലത്ത് ഇല്ലേ. പിന്നെ സ്ത്രീക്ക് എതിരെയെന്ന് പറയണമെന്നല്ല, ഇതിക്ക് മുമ്പ് സാറിൻ്റെ കൂടെ നിന്ന് പല ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തപ്പോൾ അന്നൊക്കെ നിന്ന് ചിരിക്കണല്ലേ ചെയ്തോളൂ. എന്നൊക്കെ എന്തുകൊണ്ട് സാറ് പറഞ്ഞ കേട്ടൊക്കെ എതിർത്തില്ല. ഇപ്പോൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ഇതെനിക്ക് തോന്നുന്നത് ഇവർ നല്ല എമൗണ്ടിന് വേണ്ടിയിട്ട് കളിക്കുന്നതായിരിക്കും. രക്ഷപ്പെടുന്നതാണ് കുടുംബങ്ങളൊക്കെ പട്ടിണിയില്ലാണ്ട്. ഇപ്പോൾ വയനാട് ദുരന്തം നടന്നു. ഇപ്പോൾ അടുത്ത് തന്നെ വയനാട് ഒരു പരിപാടി വെച്ചിട്ട് അതുകൊണ്ട് സ്റ്റേന്നു. എന്നിട്ട് ആ തൃശ്ശൂർ വെച്ചിട്ട് അത് പാവങ്ങൾക്കല്ലേ ആ പൈസ കിട്ടിയത് ചിലവഴിച്ചത്. ഞാനിവിടെ അടുത്താണ്, എറണാകുളത്ത് തന്നെ. ഞാനിപ്പോൾ സാറിന് എനിക്കത് കാണാൻ വേണ്ടി, കാരണം എനിക്ക് അത്ര ആരാധന ഇതാണ് സാറിന്.
എനിക്ക് സഹായമൊന്നും ഇപ്പോൾ കിട്ടിയില്ല. ബോച്ചേടാ ഫിജിക്കാർഡിലുണ്ട്. ഫിജിക്കാർഡ് വഴി എനിക്ക് കുറച്ച് പൈസ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബിസിനസ് ചെയ്യുന്നത് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ലക്ഷങ്ങളല്ല, ശരിക്കും കോടിക്കണക്കിന് ആൾക്കാർ മുന്നോട്ട് വരാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്ന സാറ് കാരണം ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടും. ഇതിപ്പോൾ ഒരു ഡ്രാമയായിട്ട് തന്നെയാണ് നമുക്കൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നത്. സ്ത്രീയെ കുറിച്ചിട്ട് സ്ത്രീയെ അപഹേളിക്കുന്ന രീതിയിലാണല്ലോ പുള്ളി പറഞ്ഞിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു അറസ്റ്റും കാര്യങ്ങളും നടന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് സ്ത്രീയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് ചേട്ടൻ എന്താ പറയാനുള്ളത്? സ്ത്രീയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ട് തെറ്റാണ്. അത് തെറ്റ് അദ്ദേഹം മീഡിയയിലൂടെ മാപ്പ് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ കണ്ടത്. അതിനെക്കുറിച്ചിട്ട് സ്ത്രീയെക്കുറിച്ചിട്ട് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. എന്നാൽ പോലും ഞാൻ ഒറ്റ വാദഗതിയിൽ നിൽക്കുന്നുള്ളൂ. നിങ്ങൾ മീഡിയക്കാർ ഒരൊറ്റൊരു കാര്യം മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു സൗദി അറേബ്യ ജയിലിലകപ്പെട്ട റഹീം എന്ന് പറയുന്ന ആളുടെ മോചനത്തിന് വേണ്ടിയിട്ട് ബോച്ചെ ചെയ്ത ഒരുപാട് ത്യാഗം, അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. അതുകൂടാതെ തന്നെ അദ്ദേഹം ഈ റഹീം എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്തത് തെരുവിൽ ഭിക്ഷാടനം നടത്തിയിട്ടാണ് ആ കാശ് ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബോച്ചെ എന്ന് പറയുന്ന വലിയൊരു മനുഷ്യസ്നേഹി രംഗത്തിറങ്ങിയത്. അതിനെ നമ്മളൊരിക്കലും മറന്നുകൂടാ. അത്രേ നമുക്ക് പറയാനുള്ളൂ. കാരണം വെച്ചാൽ അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് കുഷ്ഠരോഗികളെ അദ്ദേഹം സംരക്ഷിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നന്മയാണ്. ഇതിനെ നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത കാര്യമല്ലേ. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാനാളല്ല. കാരണം ഡബിൾ മീനിങ്ങും അല്ല ഒരു പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നതല്ല. ബോച്ചയുടെ നന്മകളെ കുറിച്ചിട്ട് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മറ്റ് ഇപ്പോൾ സ്ത്രീയെ അവഹേളിച്ചെന്ന് പറയുന്ന ആ സ്ത്രീ അവർ സെലിബ്രിറ്റിയാണ്. അവരെ കുറിച്ചിട്ട് ഞാൻ പറയാനായിട്ട് എനിക്ക് അവരെ കുറിച്ചിട്ട് വേറെ ഒന്നും അറിയില്ല. ഓക്കെ, നല്ല വശങ്ങൾ മാത്രം ഓക്കെ. ഞാൻ നാടിന് അല്ലെങ്കിൽ നാട്ടുകാർക്കും നന്മ ചെയ്യുന്നവരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക. നാടിനും നാട്ടുകാർക്കും നമ്മുടെ നാട് ഒരു ഏറ്റവും വലിയ സ്നേഹം സംരക്ഷിക്കുന്ന നാടാണ്. നമുക്കറിയാലോ, കഴിഞ്ഞ പ്രളയകാലത്ത്, കഴിഞ്ഞ ഈ അടുത്തുണ്ടായ വയനാട് ദുരന്തം, അതുപോലുള്ള എല്ലാ ദുരന്തങ്ങൾക്കും നമ്മുടെ നാട് കൈകോർത്ത് പിടിച്ച നാടാണ്. അപ്പോൾ ഇവിടെ സ്നേഹം, സാഹോദര്യം ഇതെല്ലാം ഉള്ള നാടാണ്. ആ സ്നേഹത്തിൻ്റെ ഭാഗത്ത്, നന്മയുടെ ഭാഗത്ത് നിൽക്കണം എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്, പങ്കുവെച്ചത്.